ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ പോയത്, അതായത് തെണ്ടാനാ പോയത്, അതായത് കടം മേടിക്കാനാണ് പോയത് അഡാനിക്ക് വേണ്ടി. കാരണം ഇന്ത്യയിൽ അഡാനിക്ക് എക്സ്പാൻഷനും മറ്റുള്ള പരിപാടികളും പോർട്ടും എയർപോർട്ടും മറ്റുള്ള എക്സ്പാൻഷൻ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഫോറിൻ കറൻസി ആവശ്യമുണ്ട്. നോർവേ ഇഷ്ടം പോലെ ക്രൂഡിൻ്റെ, അതായത് ഓയിലിൻ്റെ റിച്ചായിട്ടുള്ള ഓയിൽ നേഷനാണ്. അവരിൽ റിസർവ് ഉണ്ട്. അതായത് നേരത്തെ അഡാനി അമേരിക്കയിൽ പോയി കടം മേടിച്ച പോലെ നോർവേയിൽ നിന്നും കടം മേടിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റാണ് കൊളാറ്ററലായിട്ട് സെക്യൂരിറ്റി നിൽക്കുന്നത്. ഇത്ര പെർസെൻറ്റേജ് പലിശയ്ക്കാണ് നോർവേയിൽ നിന്നും പണം വാങ്ങാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയത്. നോർമലായിട്ട് അവിടെ നോർവീജിയൻ പ്രൈം മിനിസ്റ്ററും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെ പ്രസ്സിൻ്റെ മുമ്പിൽ വന്നു. അവർ പ്രസംഗിച്ചു, ഇന്ത്യൻ കാര്യങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് നോർവേയിലെ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഒരു ഫ്രീ പ്രസ്സിൽ നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു. കാരണം അവിടെ പറയുന്നു, പോകുന്നു, ഇതാണ് സംഭവിച്ചത്. ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇതേപോലെ ജോയിൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനം നടത്തരുത്, ജോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തരുത്. പക്ഷേ നടത്തി, അവിടെ ചോദ്യമുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി സൈലൻ്റ് ആയിട്ട് പോകുന്നതാണ് പിന്നെ കണ്ടത്. അതവിടെ നിൽക്കട്ടെ. പിന്നീട് മനസ്സിലാക്കുക, പത്രസമ്മേളനം എന്ന് പറയുന്നത് അതായത് ഇൻവൈറ്റ് ചെയ്യുകയാണ് ജേർണലിസ്റ്റുകളെ. അതേപോലെ ഇന്ത്യൻ എൻവോയ്സ്, അതായത് പാലാക്കാരൻ, പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറിയുടെ മകൻ സിബി ജോർജ്, അദ്ദേഹമാണ് സീനിയർ ഇന്ത്യൻ എൻവോയ്, അംബാസഡറോ വളരെ സീനിയർ ആയിട്ട് തലത്തിലുള്ള IFS ഓഫീസറാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സീനിയർ ഓഫീസറാണ്. അദ്ദേഹമുണ്ട്, ജയ്സ്വാൾ ഉണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, ഇന്ത്യൻ MEA സ്പോക്സ് പേഴ്സൺ ഉണ്ട്. ഇവരെല്ലാം കൂടി ഇരുന്ന സമയത്ത് ഒരു ചോദ്യങ്ങളുണ്ടായി. കാരണം മനസ്സിലാക്കുക, പത്രസമ്മേളനം എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യുന്ന ജേർണലിസ്റ്റുകളുടെ മുമ്പിൽ ആദ്യം ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് ഇപ്പോൾ ഇന്ത്യ നോർവ റിലേഷൻഷിപ്പിനെ പറ്റിയും ബൈലാറ്ററൽ ടോക്സിനെ പറ്റിയും ട്രേഡിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് കഴിഞ്ഞ് പത്രക്കാർക്ക് സമയം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം. ആ സിബിച്ചൻ ജോർജ് പറഞ്ഞ വായി നോക്കി പറഞ്ഞ തെറ്റാണ്, ഒന്നില്ലേ അവനെ പഠിപ്പിച്ചു കൊടുക്കണം. തെറ്റാണ്, കാരണം ഗ്ലോബലായിട്ട് എംബാരസ് ചെയ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാനാണ് ഇൻവൈറ്റ് ചെയ്തത്, ഞാനാണ് പത്രസമ്മേളനം നടത്തുന്നത്. താൻ പത്രസമ്മേളനം നടത്തുവാണെങ്കിൽ അവിടെ ചോദ്യങ്ങളും ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ പുല്ല് നടത്തരുത്.